പത്തനംതിട്ടയിൽ കാപ്പ പ്രതിക്കൊപ്പം സിപിഐഎമ്മിലേക്ക് എത്തിയ ആൾ കഞ്ചാവുമായി പിടിയിൽ. മയിലാടുപാറ സ്വദേശി യദുകൃഷ്ണനാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 2 ഗ്രാം കഞ്ചാവ് കണ്ടെത്തി. ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, എപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കീർത്തന, കഴിഞ്ഞ ദിവസമാണ് ഇയാളെ കുമ്പഴ ജംഗ്ഷനിൽ വെച്ച് വൈകിട്ട് എക്സൈസ് സംഘം നടത്തിയ ഒരു പ്രാഥമിക പരിശോധനയിൽ ഇയാളുടെ പക്കൽ നിന്ന് 2 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തിരിക്കുന്നത്. യദു കൃഷ്ണൻ ഈ പ്രധാനപ്പെട്ട കാപ്പ കേസ് പ്രതിയായ ശരൺ ചന്ദ്രനൊപ്പം സിപിഐഎമ്മിലെത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു. വലിയ സ്വീകരണമായിരുന്നു അന്ന് പാർട്ടി നേതൃത്വം നൽകിയിരുന്നു. ജില്ലാ സെക്രട്ടറി KP ദേവാനുവും അതുപോലെ തന്നെ മന്ത്രി വീണ ജോർജ് അടക്കമുള്ള ആളുകൾ ഇതിൽ പങ്കെടുത്തിരുന്നു. ഈ യദു കൃഷ്ണനൊപ്പം തന്നെ പുറകിൽ നിൽക്കുന്ന ആളാണ് ഈ പ്രധാനപ്പെട്ട ഇപ്പോൾ കഞ്ചാവ് കേസിൽ പ്രതിയായിരിക്കുന്ന യദു കൃഷ്ണൻ. ശരൺചന്ദ്രനോടൊപ്പം നിൽക്കുന്നയാളാണ്. പതാക കൈമാറുമ്പോൾ ഉദയഭാനു പതാക കൈമാറുമ്പോൾ പുറകിൽ നിൽക്കുന്നയാളാണ് യദു കൃഷ്ണൻ. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് എക്സൈസ് സംഘം ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത്. എന്തായാലും 2 ഗ്രാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജാമ്യം ലഭിക്കുന്ന വകുപ്പാണ്. അപ്പോൾ തന്നെ ജാമ്യം നൽകി പറഞ്ഞു വിട്ടു എന്നാണ് എക്സൈസ് സംഘം വിശദീകരിക്കുന്നത്. എന്തായാലും സിപിഐഎം നേതൃത്വം കാപ്പ കേസ് പ്രതിയെ സ്വീകരിച്ചത് വലിയ വിവാദമായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ സിപിഐഎം നേതൃത്വം വിശദീകരിച്ചിരുന്ന കാപ്പ കേസ് നിലവിൽ മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടില്ല, പ്രാഥമികമായി നോട്ടീസ് നൽകുക മാത്രമേ ഉള്ളൂ എന്നായിരുന്നു. എന്തായാലും ഈ കേസിൽ ഇയാളോടൊപ്പം ഇങ്ങോട്ട് വന്ന പാർട്ടിയിലേക്ക് വന്ന ഒരാൾ കൂടി ഇത്തരത്തിൽ അതിനുശേഷവും പ്രതിയാകുന്നു എന്നത് പാർട്ടി നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ചോദ്യങ്ങൾക്ക് വിധേയമാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ഇയാളെ അറസ്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്തായാലും സിപിഎം നേതാക്കളുടെ അടക്കം പ്രതികരണം നമ്മൾ ലഭ്യമാക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. കീർത്തന, ശ്രീതി, കാപ്പ കേസിൽ പ്രതിയായ ആളെ സിപിഎമ്മിലേക്ക് സ്വീകരിച്ചത് വലിയ തരത്തിലുള്ള വിവാദത്തിന് കാരണമായിട്ടുണ്ട്. അതിനൊപ്പമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കൊടി കൈമാറുന്നതിന്റെ തൊട്ടുപുറകിലായി ആണ് ഈ പ്രതി നിൽക്കുന്നത്. ഇതിലിപ്പോൾ വീണ്ടും സിപിഎം പ്രതിരോധത്തിലാവുന്ന സാഹചര്യമാണല്ലോ. ഈ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നേതൃത്വത്തോട് നമ്മൾ പ്രതികരണം ആരായാൻ ശ്രമിക്കുന്നുണ്ട്. അവരെ ആരെയും തന്നെ ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം തന്നെ ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് അനൌദ്യോഗികമായി ലഭിക്കുന്നത് കൂടുതൽ ആളുകൾ പാർട്ടിയിലേക്ക് വരുന്ന സമയത്ത് ചെകഞ്ഞു നോക്കാൻ പാർട്ടിക്ക് കഴിയില്ല എന്നൊരു പ്രാഥമികമായ വിശദീകരണം പാർട്ടി നേതാക്കളുടെ ഭാഗത്തുനിന്നും പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കടുത്ത വെല്ലുവിളി തന്നെയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ കാപ്പ കേസ് പ്രതിയായ ഒരാളെ പാർട്ടിയിലേക്ക് എടുത്തത് വലിയ തോതിൽ ചർച്ചയായിരുന്നു, വാർത്തയായിരുന്നു. BJP നേതൃത്വത്തിന് വേണ്ടി ഉണ്ടാക്കിയ കേസുകളാണ് ശരൺചന്ദ്രന്റേതെന്ന് പറഞ്ഞ് പാർട്ടി കൈകഴുകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അയാളോടൊപ്പം വന്നയാൾ തൊട്ടടുത്ത ദിവസം ഈ പാർട്ടിയിൽ ചേർന്ന പാർട്ടിക്ക് സ്വീകരണം നൽകിയതിനു ശേഷം ഇത്തരത്തിലൊരു കേസിൽ ഒരു പ്രതിയായത് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ ഒരു വിവാദത്തിലേക്ക് ചെന്നെത്തുന്നതാണ്. പാർട്ടി നേതൃത്വം മറുപടി പറയേണ്ട ഒന്ന് തന്നെയാണ്. കീർത്തന, ശരി. പത്തനംതിട്ടയിൽ കാപ്പ പ്രതിക്കൊപ്പം സിപിഎമ്മിലേക്ക് എത്തിയ ആൾ കഞ്ചാവുമായി പിടിയിൽ. മയിലാടുപാറ സ്വദേശി യദുകൃഷ്ണനാണ് പിടിയിലായത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീകുമാരൻ.